ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വ്ളോഗ് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ വ്ളോഗിൽ കിച്ചുമോള് വന്ന കഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ കഥ പറയട്ടെ. ഇന്നത്തെ കഥ വേറെ ഒന്നുമല്ല, ഇവളിവിടെ വന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇവൾക്ക് വേണ്ട ഐറ്റംസ്, കുറച്ചധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ തൊട്ടുമുറ്റത്താണ് എസ്റ്റ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുമ്മാ കറങ്ങാനായിട്ട് ഒന്നിറങ്ങി ഇവിടുത്തെ ഏരിയകളൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി ഞാനും ഇവളും കൂടി പുറത്തുനിന്ന് ഒരു ട്രോളി എടുത്ത് സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങി. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഇവൾക്ക് ഇവിടെ തോർത്തുകൊണ്ടില്ല ഗൈസ്. അതായത് നമ്മൾ നല്ലൊരു ടർക്കി പോയിട്ട് എടുത്തു. അപ്പോൾ എൻ്റെ തോർത്ത് വെച്ചിട്ടാണ് കുളിച്ചത്. അതിലൊരൊറ്റ തവണ കുളിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരി പറഞ്ഞു വേറെ തോർത്ത് വേണമെന്ന്. ഓക്കെ ഫൈൻ, അങ്ങനെ തോർത്ത് വാങ്ങി. പിന്നെ പില്ലോ കേസും കുറച്ച് ഐറ്റംസും ഡുവേ ഷീറ്റും ഒക്കെ വാങ്ങി. പിന്നെ ഇവൾക്ക് ആവശ്യമുള്ള കുറച്ച് സോക്സ്, കുറച്ച് ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനത്തെ കുറച്ച് ചില്ലറ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് ഞാനങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണ് നമ്മുടെ മേക്കപ്പിൻ്റെ സെക്ഷനൊക്കെ കണ്ടത്. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു അവിടെ നിന്ന് ഓടിപ്പോവാന്ന് പറഞ്ഞു. അവിടെ നിന്ന് നിൽക്കണ്ട, പെട്ടെന്ന് പോരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന സമയത്താണ് പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു ചീപ്പ് വാങ്ങാമെന്ന്. ഞാനും വിചാരിച്ചു പിന്നെ ചീപ്പായിട്ട് കുറയ്ക്കേണ്ട, അങ്ങനെ ഒരു ചീപ്പ്, മുടി ചീകുന്ന ഒരു ചീപ്പ് മേടിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം നടന്ന് ഞങ്ങൾ പതുക്കെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി ഗൈസ്. അങ്ങനെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ മീറ്റ്, ഞാനിപ്പോൾ റെഡ് മീറ്റ് കുറച്ച് കാലമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് എനിക്കത് കഴിക്കേണ്ടി വന്നു. ആ കഥ ഞാൻ വഴിയെ പറയാം. എനിവേ ചിക്കൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവള് കുറച്ച് സലാഡും പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് പൊട്ടാറ്റോസും കുറച്ചധികം വെജീസും എടുത്തു. കൂടുതലും വെജീസ് എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്താനാണ് എൻ്റെ തീരുമാനം. അങ്ങനെ കുറച്ചധികം വെജീസ് എടുത്തുകൊണ്ട് തന്നെ ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡയറ്റിൽ എല്ലാ ദിവസവും കുറച്ച് വെജിറ്റബിൾ കറീസ് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പതുക്കെ കുറച്ച് ഡയറി പ്രൊഡക്ട്സും പിന്നെ അതേപോലെ തന്നെ ഇവൾക്ക് ആവശ്യമുള്ള കുറച്ച് വീറ്റാബിക്സ്. ഞാൻ ഈ മിൽക്കും പാലും കേടും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. പക്ഷേ ഞാൻ കഴിക്കുന്ന ഐറ്റംസ് ഇവളും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവക്ക് വേണ്ടിയിട്ട് വീറ്റാബിക്സും പിന്നെ മിൽക്കും പിന്നെ ഞാൻ കുടിക്കാനായിട്ട് മിനറൽ വാട്ടറാണ് മേടിക്കുന്നത്. അത് ഇവിടെ നിന്ന് മേടിക്കുന്നത് ലാഭമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു വലിയൊരു 5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്തു. ഇതെങ്ങനെ പോലെ ഒരു 2 ദിവസം നിൽക്കുള്ളൂ. അപ്പോൾ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് ഞാനിവിടെ ബില്ല് കൊടുക്കാൻ നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് കാണുന്നത്. ഈ ബില്ല് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ എസ്ഡേരെ തന്നെ ഒരു റിവാർഡ്സ് കാർഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ കുറച്ച് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. പക്ഷെ അത് സ്കാൻ ആയില്ല ഗൈസ്. കുറച്ച് നേരം ഇവിടെ പെട്ടു. പുറത്ത് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ചധികം നേരം ഡ്രോണൊക്കെ പറപ്പിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. എൻ്റെ ഡ്രോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങളവിടെ പുറത്ത്, ഇതൊരു ഡ്രോൺ റെസ്ട്രിക്ഷൻ ഏരിയ ആയതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും പറപ്പിക്കാൻ പറ്റില്ല, അധികം ഡിസ്റ്റൻസിലേക്കും പറപ്പിക്കാൻ പറ്റില്ല. സോ ഞങ്ങളൊന്ന് ചുമ്മാ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളുടെ നല്ല കുറച്ച് 1-2 വീഡിയോസ് ക്ലിപ്സ് എല്ലാം എടുത്ത് അത് ഇതിൽ ഞാൻ ഇൻവോൾവ് ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഈ വീഡിയോസ് എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ വാങ്ങിയ ഐറ്റംസ് എല്ലാം കൊണ്ട് വീട്ടിലേക്ക് പോയി. എനിവേ ഇന്ന് ബക്രീദ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് മഷുവിൻ്റെ വക ട്രീറ്റ് ഉണ്ട്. അങ്ങനെ മഷു ഇവിടെ നല്ല പൊരിഞ്ഞ കുക്കിങ്ങിലായിരുന്നു ഞങ്ങൾ എന്നപ്പോൾ. അങ്ങനെ ഞങ്ങളും അതിലൊക്കെ ഒന്ന് സഹായിച്ച് പതുക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങിയിരുന്നിട്ട് ഈവനിങ് മഷുവിൻ്റെ ബിരിയാണി, അതായത് ബിരിയാണിയിൽ മഷു ചിക്കൻ മാത്രമല്ല ബീഫ് ഇൻവോൾവ് ആക്കിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ റെഡ് മീറ്റ് കഴിക്കുമെന്ന്, അങ്ങനെ റെഡ് മീറ്റ് കഴിച്ച കഥയാണ് ഈ കഥ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ബക്രീദും കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്നതിനിടയിൽ എല്ലാവരും പറഞ്ഞു ഇന്ന് മഷു ഇത്രയും ഫുഡൊക്കെ എടുത്തല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാന്ന്. അങ്ങനെ ഞാൻ വീടിൻ്റെ അകത്ത് തന്നെ എൻ്റെ ഡ്രോണൊക്കെ ഒന്ന് പുറപ്പിച്ച് നോക്കി ചുമ്മാ. നല്ല രസമുണ്ട്. പക്ഷേ എന്നാലും ഞാനിതിലൊരു എക്സ്പേർട്ട് ആവുന്നേ ഉള്ളൂ. ആയിരിക്കും, അതെന്തായാലും എൻ്റെ ഒരു വാശിയാണ് ഈ ഡ്രോണിൻ്റെ കഥകളൊക്കെ ഒന്ന് സെറ്റായി പഠിച്ചു വരാമെന്നുള്ളത്. അങ്ങനെ മഷുവിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഷു എല്ലാവർക്കും ഫുഡ് അടക്കം വിളമ്പി തന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് അഭിഷേകും നമ്മുടെ കാട്ടുകുട്ടിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ എന്തിരുന്ന് കുറേ അധികം നേരം അന്താക്ഷരിയൊക്കെ കളിച്ച് നമ്മൾ ചുമ്മാ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഊക്കിബോയ് പോയിട്ട് 2 മദ്യത്തിൻ്റെ കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നത്. ചുമ്മാ ജഗർമേർ എന്നൊരു സാധനമാണ്, അത് എന്തോ ഒരു അരിഷ്ടം പോലെ അവന്മാർ പറയുന്നത്. അപ്പോൾ ആ ഐറ്റം ഇവന്മാരെല്ലാവരും കൂടി ഇരുന്ന് അടിച്ചു. ഊക്കിബായും കാട്ടും കൂടി ഇരുന്ന് അതടിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡ്രോണും പറപ്പിച്ച് കുറച്ച് 1-1.5 വീഡിയോസ് എടുത്ത് ഞാൻ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം നേരം ചിൽ ഔട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മറ്റേ ഒരു ഡംഷൽ ആർട്സ് എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. ഈ
സിനിമാ പേര് പറഞ്ഞിട്ട് ആ പേര് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പേരെന്ന് ആക്ഷൻസിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സീനാണ്. അത് കഴിഞ്ഞ് ഊക്കിബായിയുടെ വക വെള്ളമടിച്ചതിന് ശേഷം കുറച്ച് അടിപൊളി പ്രഹസനം ഉണ്ടായിരുന്നു. വിജയുടെ പാട്ടൊക്കെ ഇട്ട് പുള്ളിക്കാരൻ കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ചു ഗൈസ്. എല്ലാം കഴിഞ്ഞപ്പോൾ ആ കാട്ടൂരിന്ന് ഫുഡ് അടിക്കുന്നു. വെള്ളമടിച്ചുകൊണ്ട് കാട്ടൂരിനും ചെറിയ രീതിക്ക് ബോധക്കേടുണ്ടെന്ന് തോന്നുന്നു. എനിവേ പെരുന്നാളും ബക്രീദൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷമാക്കി. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കുറച്ച് സ്വീറ്റ്സ് എല്ലാം കഴിച്ച് എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് പതുക്കെ ഞങ്ങൾ ഇന്ന് റൂമിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്.